ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മസ്തി വിത്ത് മസ്താനി ഷാനുക്കയുടെ സെക്കൻഡ് പാർട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഷാനുക്ക പറഞ്ഞിട്ടൊരു ഒരു കാര്യമായിരുന്നു, ഒരുപാട് പേര് ഷാനുക്കയെ സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസിലുണ്ടായിരുന്നപ്പോൾ വീഡിയോ ചെയ്തിരുന്നു. അതിൽ മെയിൻ ആളാണ് സ്വാസിക, മാൻവി, മേഘ്ന വിൻസെൻറ്റ്, ഇവരെല്ലാവരും തന്നെ കുറേ പേരുണ്ടായിരുന്നു. ഹിറ്റ്ലറിലെ ബ്രോ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പേര് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഷാനുക്കയ്ക്ക് ഏറ്റവും വിഷമമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ ഷാനുക്കയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒത്തിരി റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുക്കുന്ന, ഒത്തിരി ബഹുമാനം അല്ലെങ്കിൽ സ്നേഹം കൊടുക്കുന്ന ഒരാളായിരുന്നു സാജൻ സൂര്യ. നമ്മൾ ഓൾറെഡി അറിയാം, ആ ഒരു ടൈമിൽ ഈ ക്യാപ്റ്റനായ ടൈമിൽ ഷാനുക്കയും അനീഷേട്ടനും ഒക്കെ ജയിലിൽ കിടന്ന് ആ ടൈമിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നപ്പോൾ ബാത്റൂമിൽ പോകാനായിട്ട് ജയിലിൽ തുറക്കാൻ പറഞ്ഞ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു, അങ്ങോട്ട് എന്തൊക്കെയോ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന ആ ടൈമിൽ സാജൻ സൂര്യ ബിന്നീനെ സപ്പോർട്ട് ചെയ്ത് നോബിൻ്റെ കൂടെ നിന്ന് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തുചാട്ടക്കാരനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു. പിന്നെ അയാളത് മാറ്റിമറിച്ചു. അതായത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ബിന്നിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരന് മനസ്സിലായി ഷാനവാസിക്ക് എത്രത്തോളം റേഞ്ചിലാണ് നിൽക്കുന്നതെന്ന്. ഷാനവാസിക്കോട് ഇത്രയും അസൂയുള്ള വേറൊരാൾ വേറെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനുശേഷം പറയുന്നുണ്ടായിരുന്നു, ഇച്ചിരി ദേഷ്യക്കാരനാണ്, വിന്നർ ആവേണ്ട ആളാണ്. ഒരുപാട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് കമൻസ് ഞാൻ കണ്ടു, ഒരുപാട് പറയുന്നത് ഞാൻ കേട്ടു. അതായത് ഈവൻ ഇൻസ്റ്റഗ്രാമിൽ പോലും അയാൾ ഒരുപാട് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെതിരായ ഷാനുക്കയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എതിരായിട്ടുള്ള റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഒരുപാട് നെഗറ്റീവായിട്ടാണ് സംസാരിച്ചത്. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ഒരു വിന്നർ ആവേണ്ടതല്ലേ, അല്ലെങ്കിൽ ടോപ്പ് 3 വരെ എത്തേണ്ട ഒരാളല്ലേ, അപ്പം ഇങ്ങനൊരു എടുത്തയാട്ടം അല്ലെങ്കിൽ ഇങ്ങനൊരു സംസാരിക്കുന്നത് നല്ലതാണോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്നുള്ള രീതിയിലൊക്കെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സാജൻ സൂര്യ എന്ന് പറയുന്നത് കുങ്കുമപ്പൂവിലെ സീനിയർ മോസ്റ്റ് ആയിട്ട് ഷാനുക്കയുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. സാജൻ സൂര്യ ബിന്നിയുടെ കൂടെയും ഗീതാ ഗോവിന്ദത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിന്നിയുടെ പാർട്ണറായിട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ടൊരു സൗഹൃദവും സാജൻ സൂര്യയ്ക്കുണ്ട്. അപ്പം ഒരാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മറ്റൊരാളെ സങ്കടപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് സാജൻ സൂര്യ അന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ സാജൻ സൂര്യ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കണമായിരുന്നു. ആരെയും സപ്പോർട്ട് ചെയ്യരുതായിരുന്നു, ആരോടും ഒരു കാര്യവും പറയരുതായിരുന്നു, ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കരുതായിരുന്നു. ഇത് പുള്ളിക്കാരൻ ഒരു ഷാനവാസിക്കയുടെ ഫാൻസ് വന്നിങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും റിപ്ലൈ കൊടുത്തോണ്ടേ ഇരിക്കുക, നെഗറ്റീവായിട്ട് ഒരുപാട്. അത് കഴിഞ്ഞപ്പം നൂബിനൊക്കെ ആ ഒരു കമൻറ്റ് ഒക്കെ ഡിലീറ്റ് ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാൾ, അതായത് ഷാനവാസിക്ക ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അത്രത്തോളം റെസ്പെക്റ്റും സ്നേഹവും കൊടുത്ത ഒരാളാണ് സാജൻ സൂര്യയുടെ നിന്നൊരു ഇങ്ങനൊരു പ്രവണത മോശമായി പോയി, അദ്ദേഹം ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ സ്നേഹം അർഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഷാനവാസിക്ക് അത് പറയുമ്പോൾ ഷാനവാസിക്ക് സത്യം പറഞ്ഞാൽ ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് കണ്ണൊക്കെ നിറഞ്ഞ് സംസാരിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഷാനവാസിക്ക അപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഒരു വിഷമമാണ് ഷാനവാസിക്കൊക്കെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. പലരും ഷാനവാസിക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷാനവാസിക്ക് ശരിക്കും വിഷമം തോന്നി. ബിക്കോസ് അത്രയും റെസ്പെക്റ്റ് ചെയ്ത ഒരാളാണ്, അത്രയും സ്നേഹം കൊടുത്ത ഒരാളാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആരാണ് നമുക്കപ്പം നമുക്ക് മനസ്സിലാകും, അല്ലേ? പലരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവം, നമ്മുടെ ഏറ്റവും ക്രിട്ടിക്കലായ സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും നമ്മുടെ കൂടെ കാണത്തില്ല. അപ്പം നമ്മുടെ കൂടെ കാണത്തില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുക്കൽ ഉണ്ടായിരുന്ന സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ വെറുതെയുള്ള ആൾക്കാരാണ്. നമ്മുടെ ഒരു ഡൗൺഫോൾ വരുമ്പം നമ്മുടെ അടുത്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സ്, അല്ലെങ്കിൽ കൂടെപ്പിറപ്പായിട്ട് നമുക്ക് അവരെ കൺസിഡർ ചെയ്യാൻ പറ്റും. വളരെ മോശമായി പോയെന്നും സൂര്യക്ക് അത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഷാനവാസിക്ക ഇതിൽ സംസാരിക്കുന്നത്. എന്തായാലും ഷാനവാസിക്കയുടെ കണ്ണ് നിറയും നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഷാനവാസിക്ക അപ്പോൾ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് സാജൻ സൂര്യ. പിന്നെ പറയുന്നുണ്ടായിരുന്നു, ചിലരെ സുഖിപ്പിക്കാൻ വേണ്ടി മറ്റു ചിലരെ വേദനിപ്പിക്കുക, ആ ഒരു പ്രവണത ശരിക്കും പറഞ്ഞാൽ നല്ലതല്ല. ആ ഒരു പ്രവണത സാജൻ സൂര്യ കാണിച്ചാൽ വളരെ മോശമായി പോയി. അപ്പം മസ്താനി ചോദിക്കുന്നുണ്ട്, ഇതിനൊരു എക്സ്പ്ലനേഷൻ സാജൻ സൂര്യ തന്നായിരുന്നോ എന്നുള്ളത്. വേണ്ട, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഷാനവാസിക്ക പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി പറഞ്ഞത് ഇനി തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. എത്ര വീഡിയോ ഡിലീറ്റ് ആക്കിയാലും എത്ര കമൻറ്റ്സ് ഡിലീറ്റ് ആക്കിയാലും പറഞ്ഞതൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഷാനവാസിക്ക് അത്രത്തോളം കൊണ്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് ആ ഒരു വാക്കുകളിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കുങ്കുമപ്പൂവിൽ കൂടെ അഭിനയിച്ച ഒരാളാണ്, അതായത് സീനിയർ മോസ്റ്റ് ഒരാളാണ്, കൂടെ അഭിനയിച്ച ഒരാളാണ്. അപ്പം ആ ഒരു ടൈം ഷാനവാസിക്ക് ഒരുപാട് റെസ്പെക്റ്റും കണ്ടുപഠിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടെ ആണ്. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനൊരു പ്രവണത കിട്ടിയപ്പോൾ ഷാനവാസിക്ക് ശരിക്കും വിഷമമായി പോയി, ശരിക്കും സങ്കടമായി പോയെന്ന് ഷാനവാസിക്ക് അതിൽ പറയുന്നുണ്ട്. അതായത് അതായത് ഷാനവാസിക്കനെ മോശം പറയുന്ന ഒരു കമൻറ്റ് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ പറയുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു വൃത്തികെട്ട പ്രവണതയാണ്. ആ ഒരു ടൈമിൽ സാജൻ സൂര്യക്ക് പറയാതിരിക്കാമായിരുന്നു. ഇപ്പം രണ്ടുപേരെയും ആൾക്ക് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടുപേരും ആളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് 2 പേരും ഉണ്ട് എങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക.
നമ്മൾ ക്വയറ്റ് ആയിട്ടിരിക്കുക, സൈലൻ്റ് ആയിട്ടിരിക്കുക, രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യേണ്ട, സൈലൻ്റ് ആയിട്ട് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ വന്ന് ഇങ്ങനെ കമൻറ്റ് എഴുതുക, അതിനുള്ള റിപ്ലൈ കൊടുക്കുക, കണ്ടിന്യൂസ് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുമായിരുന്നു ആ ഒരു ടൈമിൽ. ഷാനവാസിക്ക എന്തോ പെൺകൊന്തെന്ന് വിളിച്ചു ആ ഒരു ടൈപ്പിൽ. അപ്പം ബിന്നി വിളിച്ചതൊന്നും സാജൻ സൂര്യ പറയുന്നില്ല. ബിന്നി ഷാനവാസിക്കയുടെ വൈഫിനെ വിളിച്ച കാര്യങ്ങളൊന്നും അതിൽ പറയുന്നില്ല. ഈ ഒരു കാര്യം എടുത്തിട്ടാണ് അന്ന് സാജൻ സൂര്യ ഭയങ്കരമായിട്ടും, അതായത് ഒരു കാര്യം കാണാനായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു സാജൻ സൂര്യ എന്നുള്ള രീതിയിലാണ് സാജൻ സൂര്യയുടെ അന്നത്തെ ഒരു റിപ്ലൈയും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ, നമ്മളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും എന്താ പറയുക വിട്ട് കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷാനവാസിക്കനെ പോലുള്ള ആളെ അത്രയും കോണ്ടാക്ട്സ്, അത്രയും ഫ്രണ്ട്സ് ഉള്ള ഒരാളെ നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ അത്രയും അറിയാവുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും വിട്ട് കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സാജൻ സൂര്യ കാണിച്ച ഒരു മോശം പ്രവണതയാണെന്ന് ഷാനവാസിക്ക തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസിക്ക അത്രത്തോളം സങ്കടവും ആയിട്ടുള്ളൊരു സന്ദർഭമായിരുന്നു ആ ഒരു ടൈമിൽ ആ വീഡിയോ കണ്ടപ്പോഴെന്നാണ് ഷാനവാസിക്ക പറഞ്ഞത്. എനിവേ, സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ അപ്ഡേറ്റ്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.